വൈകിട്ട് കോളേജ് വിട്ട് ബസ്സിൽ കയറി അവൾ ഫ്രണ്ട് സീറ്റിൽ പോയിരുന്നു. കാശിനാഥനിലായിരുന്നു അവൾ കയറിയത്. അവൾ ബസ്സിലിരുന്ന് പാട്ടൊക്കെ ആസ്വദിച്ചിരുന്നു. എന്നാൽ അവൾ അറിയാതെ ഒരുവൻ അവളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ആ ബസ്സിൽ. അവളോടൊപ്പം അവളുടെ സ്റ്റോപ്പിൽ നിന്നും കയറിയവൻ. വീട്ടിലെത്തി അവൾ നേരെ കല്ലുവിൻ്റെ അടുത്തേക്ക് പോയി. കല്ലൂസേ വന്നുട്ടോ. തുള്ളിച്ചാടി അവൾ കല്ലുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ആ എത്തിയോ? പോയി കുളിച്ചു വാ, ചൂട് ചായയും പഴംപൊരിയും തരാം. കല്ലൂസാണ് ഉണ്ടാക്കിയത്? അതേല്ലോ അച്ചൂസേ. എന്നാൽ കഴിച്ചിട്ട് കുളിക്കാം. അതും പറഞ്ഞവൾ പഴംപൊരി കയ്യിലെടുത്തു. പക്ഷേ വായിലാക്കുന്നതിന് മുന്നേ അവളുടെ കയ്യിൽ നിന്നും പഴംപൊരി കാശിയുടെ വായിലേക്ക് പോയി. അതെന്റെയാ? അവൻ തിന്നുകൊണ്ടിരിക്കുന്ന പഴംപൊരി നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അതിന് കാശിന് വേണമെങ്കിൽ വേറെ തിന്നാൻ പാടില്ലേ? അത് പറഞ്ഞവൾ അടുത്തതെടുക്കാൻ പോയതും അവൾ വായുവിൽ ഉയർന്നു പൊങ്ങി. കാശി അവളെയും പൊക്കിക്കൊണ്ട് പോവുകയാണ്. അവൾ പോകുന്നത് നോക്കി ചിരിയോടെ കല്ലുവ് നിന്നു. ഡോ കാലമാടാ, താഴെ നിർത്ത്, എനിക്ക് പഴംപൊരി തിന്നണം, താഴെ ഇറക്ക്. അവൾ അവൻ്റെ അടുത്ത് കൈയും കാലും ഇട്ട് അടിച്ചു നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. അവളെയും കൊണ്ട് പോയവൻ അവരുടെ മുറിയിലെത്തിയപ്പോഴാണ് അവളെ താഴെ ഇറക്കിയത്. പഴംപൊരിയൊക്കെ തിന്നണമെങ്കിലേ ആദ്യം എൻ്റെ മോള് പോയി കുളിക്ക്, എന്നിട്ട് തരാട്ടോ. ഞാനിപ്പോൾ കുളിക്കുന്നില്ല, തിന്നിട്ട് കുളിച്ചോളാം, അവൾ ചുണ്ടുകൂട്ടി പറഞ്ഞു. എന്നാ മോളിപ്പേ താഴേക്ക് പോകില്ല? എന്നെ കൊണ്ടിപ്പോൾ കുളിക്കാൻ പറ്റില്ല. എന്നാ ഞാൻ കുളിപ്പിച്ചു തരാം. എന്തേ? ആണോ? എന്നാ വേഗം കുളിപ്പിക്ക്, അവൾ കയ്യും വിടർത്തിക്കൊണ്ട് അവനോടായി പറഞ്ഞു. കാശി അവളെയും എടുത്തുകൊണ്ട് കുളിമുറിയിലേക്ക് കയറിയതും അച്ചുവിൻ്റെ കണ്ണ് മിഴിഞ്ഞു. അവൻ എന്തേലും തിരിച്ചു പറഞ്ഞു തർക്കിക്കൊള്ളൂ എന്ന് കരുതി അവളെ ഞെട്ടിച്ചുകൊണ്ടാണ് അവളെയും എടുത്തുകൊണ്ട് അവൻ കുളിമുറിയിലേക്ക് കയറിയത്. കാശി, അവളെ ഷവറിൻ്റെ അടിയിൽ നിർത്തി അവൻ കുറച്ചു മാറി നിന്നുകൊണ്ട് ഷവർ ഓൺ ചെയ്തു. അവളുടെ ദേഹത്തൂടെ വെള്ളമൊഴുകി. അപ്പോൾ പൊന്നുമോള് കുളിച്ചു വാ, ചേട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. കാശി ഇറങ്ങിപ്പോയതും അവൾ ചവിട്ടിത്തുള്ളിപ്പോയി വാതിലടച്ചു കുളിച്ചു. കുളിച്ചു കഴിഞ്ഞപ്പോഴാണ് അച്ചു ആ നഗ്ന സത്യം അറിഞ്ഞത്. ഇട്ടുമാറാൻ തുണിയെടുത്തില്ല എന്ന്. അവൾ അവിടെ ഉണ്ടായിരുന്ന ടവൽ ചുറ്റി പുറത്തേക്ക് ഇറങ്ങി ചുറ്റും നോക്കി. ഷോ പോയോ? ഇല്ലെങ്കിൽ ഒരു റൊമാൻസ് നടത്തിയേക്കാമായിരുന്നു. ആ ഇപ്പൊ വെറുതെ വിടാം, ഇനിയും അവസരങ്ങൾ ഉണ്ടാകുമല്ലോ. അവൾ ചുറ്റും നോക്കി ഡ്രസ്സ് എടുത്ത് ചേഞ്ച് ചെയ്യാൻ കയറി. താഴേക്ക് ചെന്നവൾ ചായയും പഴംപൊരിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ കല്ലുവും. അച്ചു, ചായ കുടിച്ചു കഴിഞ്ഞെങ്കിൽ വാ, ഹരിയുടെ അടുത്ത് പോയിട്ട് വരാം, അങ്ങോട്ടേക്ക് കാശി ചെന്നുകൊണ്ട് പറഞ്ഞു. അവൾ വേഗം ചായയും കുടിച്ച് കല്ലുവിനോട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കാശിയുടെ കൂടെ പോയി. ബുള്ളറ്റിലാണ് പോയത്. അവനെ ചേർത്ത് പിടിച്ചവൾ ഇരുന്നത്. അവർ പോകുന്നത് നോക്കി കവലയിൽ ഉണ്ടായിരുന്നവൾ ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചു. കവലയിൽ തന്നെയായിരുന്നു ഹരിയുടെ സൂപ്പർ മാർക്കറ്റ്. അവനും അവളും കൂടി അകത്തേക്ക് കയറി. ആ എന്താണാവോ ഭാര്യയും ഭർത്താവും ഈ വഴിക്ക്? ഹരി കളിയാക്കി ചോദിച്ചു. പോടാ, നിന്നോട് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞില്ലായിരുന്നോ ഇവൾക്കിവിടെ ഒരു പാർട്ട് ടൈം ജോലിയുടെ കാര്യം? ബില്ലിംഗ് സെക്ഷനിൽ കയറിക്കോട്ടെ, കോളേജ് കഴിഞ്ഞ് ഇവിടെ ഇറങ്ങുക, ഞാൻ പഠിപ്പിച്ചു തരാം, പിന്നെ കുഴപ്പമില്ലല്ലോ, രാത്രി 8 മണി വരെ. അച്ചുവിന് അത് കേട്ടതും സന്തോഷമായി. പിന്നെ 8 മണിക്ക് വീട്ടിലേക്ക് വന്നാൽ പഠിക്കേണ്ട എന്ന് വിചാരിച്ചിരിക്കേണ്ട, അവിടേക്ക് വന്ന 11 മണി വരെ പഠിച്ചോളണം, അല്ലെങ്കിൽ ഞാൻ അന്നത്തോടെ പണിയും നിർത്തിക്കും, കേട്ടല്ലോ. കാശി അച്ചുവിനോട് പറഞ്ഞതും അവൾ തലയാട്ടി. എന്നാൽ ഏട്ടൻ്റെ പെങ്ങളൂട്ടി ഐശ്വര്യമായി ആ ചെയറിൽ ഇരുന്നാട്ടെ, ഹരി പറഞ്ഞതും അവൾ ചെയറിലായി ഇരുന്നു. ഹരി, ഞാൻ പോകുവാണേ, കല്ലു ഒറ്റയ്ക്കാണ് അവിടെ, ഞാൻ 8 മണിക്ക് വരാം. ശരിടാ. കാശി പോയതും ഹരി അച്ചുവിന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും തുടങ്ങി. അച്ചു അത് വളരെ പെട്ടെന്ന് പഠിച്ചെടുത്തു. കസ്റ്റമറിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ അവൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി. ആദ്യത്തെ ദിവസമായതുകൊണ്ട് അവൾക്ക് ആ സൂപ്പർ മാർക്കറ്റെല്ലാം കാണിച്ചു കൊടുത്തു. എവിടേക്ക് ഓരോ സെക്ഷൻ ഉള്ളത് എന്ന് പറഞ്ഞു കൊടുത്തു. അത്യാവശ്യം വലിയ സൂപ്പർ മാർക്കറ്റാണ്. എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തുകാർക്ക് ടൗൺ വരെ പോകേണ്ട ആവശ്യതയില്ലായിരുന്നു. അച്ചു ഹരി പറയുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയെടുത്തു. അവിടെ ഉള്ളവർക്കും അവളെ പരിചയപ്പെടുത്താനും അവൻ മറന്നില്ല. വീട്ടിലെത്തിയ കാശി കല്ലുവിനെ ദേവിയമ്മയുടെ അടുത്തേക്കാക്കി. അവൻ നേരെ നന്ദുവിൻ്റെ അടുത്തേക്ക് പോയി. നന്ദുവിനോട് കല്ലു പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞതും അവനും ദേഷ്യം തോന്നി അവരോട്. ഹരിയോട് രാത്രി അവൻ പറഞ്ഞോളാമെന്ന് നന്ദു പറഞ്ഞു. ഡാ, അച്ചുവിനെ ശ്രദ്ധിക്കണം, ഒപ്പം കല്ലുവിനെയും, നന്ദു ടെൻഷനോടെ പറഞ്ഞു. പിന്നെ നിന്നോട് ഞാനന്ന് ചോദിക്കാൻ മറന്നുപോയി, നീ എന്തിനാ ഡോക്ടറോട് അവളുടെ ഹസ്ബൻഡാണ് നീ എന്ന് പറഞ്ഞത്?
അത് പെട്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാ. നിനക്ക് ഭാര്യയുണ്ടല്ലോ, എൻ്റേത് നിനക്കറിയാലോ. പിന്നെ അന്നേരം അവളുടെ മാനസികാവസ്ഥയും എനിക്ക് മനസ്സിലാകും. ഒപ്പം ഈ അവസ്ഥയെ അവൾക്ക് വേണ്ട കെയറിങ്ങും അതൊക്കെ എനിക്കറിയാം, നിന്നേക്കാൾ കൂടുതൽ. നന്ദു എങ്ങോട്ടൊക്കെ നോക്കി പറഞ്ഞതും കാശിക്ക് അവൻ്റെ വിഷമം മനസ്സിലായി. നീ വാ, നമുക്ക് ചിന്നമോളുടെ അടുത്തേക്ക് പോകാം, അവളെ കണ്ടിട്ട് ഒത്തിരിയായി. വിഷയം മാറ്റിക്കൊണ്ട് കാശി പറഞ്ഞു. ആ പോകാം, നിന്നെ കാണാനിരിക്കുന്നുണ്ടവൾ. കാശിമാമൻ വന്നില്ല എന്ന് പറഞ്ഞ് പെണ്ണ് പിണക്കത്തിലാണ്. നന്ദൻ്റെ വീട്ടിലെത്തിയ കാശിയുടെ അടുത്തേക്ക് ഒരു കുഞ്ഞു കുറുമ്പി ഓടി വന്നു. അവന് നേരെ 2 കൈയും വിടർത്തി ആ കുഞ്ഞു കുറുമ്പിയെ കാശി എടുത്തതും ഇരു കവളിലും കുഞ്ഞു മുത്തവും കൊടുത്തു. എന്തേ എന്നെ കാണാൻ വരാഞ്ഞേ? അച്ചോടി, മാമന് തിരക്കായതുകൊണ്ടല്ലേ. എന്നിട്ട് ആൻറ്റി എവിടെ? ആൻറ്റി വീട്ടിലാ. ഞാൻ വരട്ടെ കാശിമാവൻ്റെ വീട്ടിൽ, എനിക്കും കാണണോ ആൻറ്റിയെ? ഞാൻ മാത്രം കണ്ടില്ല. ചിന്നു പൊന്നിനെ അച്ഛൻ നാളെ കൊണ്ടുപോകാലോ. പറ്റില്ല, ഞാനും വന്നോട്ടെ. വാശി പിടിക്കല്ലേ, കിട്ടുവൻ്റെ കയ്യിന്ന്. നന്ദു ചൂടായതും കുഞ്ഞിപ്പെണ്ണ് ചുണ്ടി പിളർത്തി കരയാൻ തുടങ്ങി. അയ്യേ, മാമൻ്റെ പൊന്ന് കരയാ? മാമൻ കൊണ്ടുപോകാട്ടോ, കരയല്ലടി കുഞ്ഞി. കാശി കൊണ്ടുപോകാമെന്ന് പറഞ്ഞതും പെണ്ണിൻ്റെ കരച്ചിൽ സ്വിച്ചിട്ട പോലെ നിന്നു. നന്ദൻ അവളെ കണ്ണു കൂർപ്പിച്ച് നോക്കി. നീ ഇങ്ങനെ നോക്കി അതിനെ പേടിപ്പിക്കല്ലേ. ഇന്നെന്തായാലും അവൾ അങ്ങോട്ട് വരട്ടെ. അവിടെ അച്ചുവും കല്ലവും ഇല്ലേ? അല്ലടാ, രാത്രി ഉറങ്ങാൻ വാശിയായിരിക്കും, അതുകൊണ്ടാണ്. എന്നാ നീയും വാ, കുട്ടുവിനോട് അങ്ങോട്ട് വരാൻ പറ. ഇന്നാണെങ്കിൽ ആ ചേച്ചിയും ഇല്ലല്ലോ. നന്ദകുമാറിൻ്റെ അനിയനാണ് യദു എന്ന കുട്ടു. അവൻ ബസ്സിലെ ഓട്ടം കഴിഞ്ഞ് വന്നിട്ടില്ല. നന്ദു അവനെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ചിന്നു നന്ദുവിൻ്റെ മകളാണ്, 2.5 വയസ്സുകാരി ഇതൾ എന്ന് ചിന്നു. ചിന്നുവിൻ്റെ അത്യാവശ്യ സാധനങ്ങൾ എടുത്ത് വീട് പൂട്ടി കാശിയുടെ വീട്ടിലേക്ക് ഇറങ്ങി. മൂവരും വീട്ടിലെത്തിയതും ചിന്നു ചുറ്റും നോക്കി. ബ്രൂണോയെ കണ്ടതും പെണ്ണതിൻ്റെ അടുത്ത് പോയി കൊഞ്ചിച്ചു. കാശി വാതിൽ തുറന്ന് അവരോട് അകത്തിരിക്കാൻ പറഞ്ഞുകൊണ്ട് കല്ലുവിനെ വിളിക്കാൻ ദേവിയമ്മയുടെ അടുത്തേക്ക് പോയി. കല്ലുവിനെ കൊണ്ട് തിരിച്ചു വന്നതും കാശി ഹരിയെ വിളിച്ചു. ഹരി അച്ചുവിനെ കൊണ്ട് വരാമെന്ന് പറഞ്ഞു. ചിന്നു കല്ലുവിനെ കണ്ടതും കാശിയെ നോക്കി. ഇതല്ലല്ലോ കാശിയുടെ പെണ്ണ്, ഇത് കല്യാണി, മാമൻ്റെ അനിയത്തിയാ. ഞാൻ എന്തു വിൽക്കും? മോൾക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ. കല്ലു ചിരിയോട് അവളുടെ കവളിൽ തലോടിയതും ആ കുഞ്ഞിപ്പെണ്ണിൻ്റെ കണ്ണുകൾ വിടർന്നു. ഞാൻ ആലോചിക്കട്ടെ. അവൾ വല്ല കാര്യം പോലെ പറഞ്ഞതും കുറുമ്പിയെടുത്ത് അവളുടെ മടിയിലിരുത്തി കൊഞ്ചിച്ചു. കല്യാണിയുടെ ഓരോ തലോടലും വാത്സല്യവുമെല്ലാം ആ കുഞ്ഞു പെണ്ണിന് പുതിയ അനുഭവമായിരുന്നു. ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും പോലെ കുഞ്ഞിപ്പെണ്ണിന് തോന്നി. കല്ലു ഇക്കിളിയാക്കിയതും പെണ്ണ് ചിരിക്കാൻ തുടങ്ങി. മതിയമ്മേ, കുഞ്ഞു ചിച്ചു അവശയായി. കുഞ്ഞിയുടെ അമ്മയെന്ന വിളി നന്ദുവിനെയും കാശിയെയും ഞെട്ടിച്ചു. എന്നാൽ കല്യാണി വീണ്ടും വീണ്ടും അവളെ കൊഞ്ചിച്ചുകൊണ്ടിരുന്നു. ഇരുവരും മാത്രമുള്ള ലോകത്തായിരുന്നു ആ സമയം കല്ലുവും ചിന്നുവും. കുറച്ചു കഴിഞ്ഞതും ഹരിയും അച്ചുവും എത്തി. അച്ചു അകത്തേക്ക് കയറുമ്പോൾ കണ്ട കാഴ്ചയിൽ കണ്ണുമിഴിച്ച് നിന്നു പോയിരുന്നു അവൾ. അച്ചു ചെല്ലുമ്പോൾ ചിന്നുമോള് കാശിയുടെ മടിയിലിരുന്ന് കളിക്കുകയായിരുന്നു. അവൻ്റെ മീശ പിരിച്ചു കവളിൽ ഉമ്മ കൊടുത്തും നമ്മുടെ അച്ചൂട്ടിക്ക് ആ കണ്ടത് തീരെ പിടിച്ചില്ല. അസൂയ, വെറും അസൂയ. അവൾ കുശുമ്പ് കുത്തിയ മുഖവുമായി കാശിയുടെ അരികിലേക്ക് ചെന്നു. ചിന്നുവിനെ എടുത്തു മാറ്റി സോഫയിലിരുത്തി. എന്നിട്ട് അവൻ്റെ മടിയിൽ അവൾ ഇരുന്നു കൊണ്ട് ചിന്നുവിനെ കുശുമ്പോടെ നോക്കി. എൻ്റെയാ? കാശിയെ ചേർത്ത് പിടിച്ചച്ചു ചിന്നുവിനോട് പറഞ്ഞതും ചിന്നു അവൻ്റെ ദേഹത്തേക്ക് വലിഞ്ഞു കയറി കഴുത്തിലൂടെ കൈയിട്ട് അവനോട് ചേർന്നിരുന്നു. കാച്ചി എൻ്റെയാ? നീ ആരാ? എൻ്റെ കെട്ടിയോനാണിത്. ഓ, ഇതെൻ്റെ മാമനാ. അതും പറഞ്ഞവൾ അവൻ്റെ കവളിൽ ഉമ്മ കൊടുത്തു. ഇത് കണ്ട് കുശുമ്പ് കയറി അച്ചുവും കൊടുത്തു മറു കവളിൽ ഉമ്മ. കാച്ചി എൻ്റെയാ അല്ലേ കാച്ചി? അച്ചുവിൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവനോടായി ചിന്നു ചോദിച്ചു. ഒയ്യൊരു മനമേ, ആര് പറഞ്ഞു? കാശിക്ക് എന്നെയോ ഇഷ്ടം. അവളെ നോക്കിക്കൊണ്ട് ചുണ്ട് കൂർപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവന് വീണ്ടും ഉമ്മ കൊടുത്തു. ഇത് കണ്ടതോടെ ചിന്നുവിൻ്റെ ചുണ്ടുകൾ വിതുമ്പി. അത് കണ്ടതും കാശി അച്ചുവിനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് ചിന്നൂട്ടിയെടുത്ത് മടിയിലിരുത്തി. അയ്യേ, കാശിയുടെ ചക്കര കരയുവാ? മോളുടെ ആട്ടോ. അവളുടെ ഇരു കവളിലും മുത്തിക്കൊണ്ട് കാശി അങ്ങനെ പറഞ്ഞതും ചിന്നു അച്ചുവിനെ നോക്കി കളിയാക്കി. നീ എൻ്റെ അടുത്തേക്ക് വാ, അച്ചു കൊച്ചു എന്ന് വിളിച്ച് മിണ്ടില്ല. ചിന്നു കരഞ്ഞ പോലെ വിതുമ്പി കരഞ്ഞോണ്ട് അച്ചു പറഞ്ഞതും കാശി അവളെ നോക്കി. കള്ളക്കണ്ണീരോടെ കരയുന്നവളെ അവൻ ചേർത്ത് പിടിച്ചു. ഈ കുഞ്ഞിയേക്കാൾ കഷ്ടമാണല്ലോ അച്ചു നീ. കാശി അവളോട് പറഞ്ഞതും അവൾ പിണങ്ങി എഴുന്നേറ്റ് മാറിയിരുന്നു. ആൻറ്റി പിണങ്ങിയോ? ചിന്നൂട്ടി തമാശ പറഞ്ഞതല്ലേ. ചിന്നു അവളുടെ മടിയിൽ കയറിയിരുന്നു.
ചിരിയോടെ ഉമ്മ കൊടുത്തതും അച്ചു ചിരിച്ചുകൊണ്ട് അവൾക്കും ഉമ്മ കൊടുത്തു. പക്ഷെ അവൾ കാശിയോട് പിണങ്ങി തന്നെ ഇരുന്നു. കാച്ചി, ആൻറ്റി പിണങ്ങി. ഞാൻ പിണങ്ങിയപ്പോൾ എൻ്റെ പിണക്കം മാറ്റിയ പോലെ ആൻറ്റിയുടെ മാറ്റ്. അവൾ വല്ല കാര്യത്തിൽ പറഞ്ഞു. അവരുടെ കളികൾ കണ്ടു നിന്നവരിൽ പുഞ്ചിരി നിറഞ്ഞു. എന്നെ നോക്കാണ്ട് പിണക്കം മാറ്റു കാച്ചി. എങ്ങനെ? അവൻ സംശയത്തോടെ ചിന്നൂട്ടിയോടായി ചോദിച്ചു. ഡേ, ഇങ്ങനെ. അത് പറഞ്ഞ് ചിന്നു കാശിയുടെ ഇരുകവളിലും മുത്തം കൊടുത്തു. കാശി ചിന്നുവിനെ അത് വേണോ എന്ന രീതിക്ക് നോക്കി. അവൾ ഒരു കണ്ണിറുക്കി കാണിച്ചു ചിരിച്ചു. അച്ചു അവനെ നോക്കി മനസ്സാലെ ചിരിച്ചു. ഡാ, ആ കുരുപ്പിനെങ്ങെടുത്തോ, ഹരി നന്ദുവിനോടായി പറഞ്ഞു. ചിന്നു വാ, നന്ദു അവളെ വിളിച്ചു. ഞാനിപ്പോൾ വരാ കാശിമാമ, കൊടുക്ക്. പാവ ആൻറ്റി കണ്ടില്ലേ വിഷമിച്ചിരിക്കുന്നേ. ചിന്നു അങ്ങനെ പറഞ്ഞതും അച്ചു ഒന്നുകൂടെ വിഷമത്തിലിരുന്നു. അവളുടെ ഇരുപ്പ് കണ്ടിട്ട് കാശിക്ക് ചിരി വന്നു. കള്ളി പെണ്ണ്. അവൻ അവളെ നോക്കി മനസ്സാലെ മൊഴിഞ്ഞു. കാശി അച്ചുവിൻ്റെ അരികിലിരുന്ന് ഇരുകവളിലും ഉമ്മ കൊടുത്തതും ഹരി കണ്ണും തള്ളി നിന്നുപോയി. നന്ദുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു, ഒപ്പം കല്ലുവിൻ്റെയും. ചിന്നു കൈകൊട്ടി ചിരിച്ചു. അച്ചുവാണിൽ കരണ്ടടിച്ച കാക്കയെ പോലെ ഇരിപ്പാണ്. അവൻ എല്ലാവരോടും മുന്നിൽ വെച്ച് തരുമെന്ന് കരുതിയില്ല. കാശി ചിരിയാലെ അവളെ ചേർത്ത് പിടിച്ച് ചിന്നുവിൻ്റെ അടുത്തിരുന്നു. ചിന്നുട്ടി, ഇതാണ് അശ്വതി, എൻ്റെ ഭാര്യ. ചിന്നു കാശിയെ പറഞ്ഞു മുഴുമിപ്പിക്കാതെ പറഞ്ഞു. ഇതാരാ കാശിയേട്ടാ? ഇത് ഞങ്ങളുടെ മുത്തുമണി, ഇതളെന്ന ചിന്നു, നന്ദൻ്റെ മകളാണ്. അച്ചു ഞെട്ടി നന്ദനെ നോക്കി. അവനൊരു ചിരിയാലെ അവളെ നോക്കി. അവളുടെ ഉള്ളിലെ പല സംശയങ്ങളും വന്നു. പക്ഷെ അവരോട് ചോദിച്ചില്ല. കാശിക്കത് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ പൊന്നുമോളി ചെന്ന് കയ്യും കാലും മുഖവും ഒക്കെ കഴുകി വാ, എല്ലാവർക്കും അത്താഴം കഴിക്കാം. കാശി പറഞ്ഞതും അച്ചു മുറിയിലേക്ക് പോയി. എനിക്ക് കല്ലുമ്മ വാരി തന്നാൽ മതി. ചിന്നു ചിണുങ്ങിക്കൊണ്ട് കല്ലുവിൻ്റെ അടുത്തേക്ക് പോയി. മോളെ, കല്ലുവിനെ കൊണ്ട് പാടില്ല, അച്ഛ വാരി തരാലോ, നന്ദു ചിന്നുവിനെ നോക്കി പറഞ്ഞു. എന്നാൽ ചിന്നു സമ്മതിച്ചില്ല. വാശി പിടിച്ചതും കല്ലു ചെന്ന് സമാധാനിപ്പിച്ചു. അവൾ ചിന്നുവിന് ചോറ് വാരിക്കൊടുത്തു. ഫുഡ് കഴിക്കാൻ മടിയുള്ളവൾ അന്ന് കല്ലു വാരിക്കൊടുത്ത ചോറ് മുഴുവൻ കഴിച്ചു. ഇതൊക്കെ കണ്ട നന്ദൻ്റെ കണ്ണുകൾ നിറഞ്ഞു, ഒപ്പം മനസ്സും. കാശി ചെന്നവനെ ചേർത്ത് പിടിച്ചതും അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. വാ കഴിക്കാം. അച്ചു വന്നതും അവൾ എല്ലാവരെയും നോക്കി പറഞ്ഞു. ഏതു വന്നതും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. അടുക്കള ഒതുക്കി ഹാളിൽ എല്ലാവരും കൂടിയിരുന്നു. എന്തായാലും എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിരിക്കുന്നതല്ലേ, നമുക്കെന്തേലും കളിക്കാം, അച്ചു ആവേശത്തോടെ പറഞ്ഞു. അതിനെന്തു കളിയാ കളിക്കുന്നേ, അതും ഈ നേരത്ത്? ഹരി അച്ചുവിനോടായി ചോദിച്ചു. ഞാൻ സിനിമയുടെ പേര് പറയാം, അത് ഏത് മൂവിയാണെന്ന് പറഞ്ഞാൽ മതി. എന്തോന്ന്? ഓ, ഞാൻ പറയുന്നത് ചിലപ്പോൾ ഇംഗ്ലീഷിൽ പേര് മലയാളത്തിൽ, അല്ലെങ്കിൽ മലയാളം പേര് ഇംഗ്ലീഷിൽ. അത് കറക്റ്റ് മൂവി ഏതാണെന്ന് പറയണം. ആൻസർ പറയാത്തവർക്ക് പണിഷ്മെൻ്റ് ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ പേപ്പറിൽ എഴുതിയിടും, അതിൽ നിന്നും ഒന്നെടുത്ത് വായിക്കുക, അതുപോലെ ചെയ്യുക. മനസ്സിലായോ? ആ, ഇപ്പം മനസ്സിലായി, നീ തുടങ്ങ്. ഹരി പറഞ്ഞതും അച്ചു പേപ്പറും പേനയുമൊക്കെ ആയി വന്നു. എന്തൊക്കെയോ എഴുതി ആ പേപ്പർ മടക്കി ഒരു ബൗളിലിട്ടു. കുറച്ച് സാധനങ്ങൾ ഓരോ ചെറിയ ബൗളിലും എടുത്തു വെച്ചു. ഫസ്റ്റ് ഹരിയേട്ടനോടാണ്. തണുത്ത തന്ത. തണുത്ത തന്തയോ? അതേത് സിനിമ? ഹരി വായും പൊളിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. ഞാൻ പറയൂല, മോന് പറ, കിട്ടിയില്ലെങ്കിലേ ഇതിൽ നിന്നും ഒന്നെടുത്തോ. ഹരി കുറെ ആലോചിച്ചിട്ടും കിട്ടിയില്ല. അവസാനം അവൻ ബൗളിൽ നിന്നൊരു പേപ്പർ എടുത്ത് അത് വായിച്ചു. 2 പച്ചമുളക് തിന്നുക. ഏയ്, ഇതൊന്നും പറ്റില്ല. അയ്യടാ, ഗെയിം കളിച്ചു തുടങ്ങിയാൽ പിന്മാറാൻ പാടില്ല. മുളകെടുത്ത് കഴിക്ക്. ഹരി 2 മുളക് തിന്നുകൊണ്ട് അടുക്കളയിലേക്ക് ഓടി. ആർത്തിയോടെ വെള്ളം കുടിച്ച് വന്നിരിക്കുന്നവനെ കാണി എല്ലാവരും ചിരിച്ചു. ചിരിച്ചോ, ഇപ്പൊ വരും നിങ്ങൾക്കുള്ള പണി, അവൻ എരിവ് വലിച്ചുകൊണ്ട് പറഞ്ഞു. അടുത്തത് കല്ലു. ഏയ്, ഞാനില്ല. അത് പറ്റില്ല, നീയുമുണ്ട്. അവളുണ്ട്. നീ ആദ്യം ചോദിച്ചതിൻ്റെ ഉത്തരം പറ, നന്ദു അച്ചുവിനോട് പറഞ്ഞു. ഓ, ഞാനത് മറന്നുപോയി. തണുത്ത തന്ത, ഡാഡി കൂൾ. എല്ലാം കൂടി കണ്ണുമിഴിച്ച് അവളെ നോക്കി. ഹരി കാശിയെ നോക്കി. അങ്ങനെ തന്നെ വേണം എന്നൊരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു അവൻ്റെ മുഖത്ത്. ഇതാണ് കല്ലുവിനുള്ളത്. ലോക്ക് പിക്ക് ബെൽ. ലോക്ക് പിക്ക് ബെല്ലോ? ലോക്ക് എന്ന് വെച്ചാൽ പൂട്ട്, ബെല്ല് മണി, പിക്ക് ചിത്രം, മണിച്ചിത്ര പൂട്ടോ? അങ്ങനെ സിനിമയുണ്ടോ? മണിച്ചിത്ര താഴ്. ആ, കറക്റ്റ്. ഇനി അടുത്തത് കാശിയേട്ടൻ. ഉപ്പുമാങ്ങ മരം. ഉപ്പുമാങ്ങയോ? അങ്ങനെ മരമൊക്കെ ഉണ്ടോ? നീ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിലുള്ള ചോദിക്ക്.
അതെ, ഉത്തരം അറിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്കറിയില്ല ഈ വട്ട് ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ പേപ്പർ എടുക്ക്. അച്ചു പറഞ്ഞതും അവൻ പേപ്പർ എടുത്ത് വായിച്ചു. ഇഷ്ടമുള്ള സോങ് പാടുക. പാടിക്കോ, അച്ചു അവനെ നോക്കി പറഞ്ഞു. കാശി അച്ചുവിനെ തന്നെ നോക്കിയാണ് പാടിയത്. അച്ചു ഞെട്ടി. അത്രയും മാധുര്യത്തോടെ അവൻ പാടിയത്. കാശിയേട്ടന് പാടാനറിയോ? കല്ലു ആകാംക്ഷയോട് ചോദിച്ചു. അതെന്താ കല്ലു, ഞാൻ പാടിയാൽ കൊള്ളില്ലേ? അതല്ല, നല്ല രസമുണ്ട് കേൾക്കാൻ. ഇവനാണ് ഞങ്ങളുടെ ഗായകൻ. ഇവിടുത്തെ ഉത്സവത്തിന് പാടാറുണ്ടല്ലോ. അല്ല അച്ചു, കാശിയോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറയൂ. ഹരി പറഞ്ഞു. സാൾട്ട് മാംഗോ ട്രീ. ഡാ കാശി, നിനക്ക് ഇങ്ങനെ തന്നെ വേണമടാ. അച്ചുവിനെ നോക്കി ഹരി കാശിയോട് പറഞ്ഞു. അവൻ ഹരിയെ പല്ല് കടിച്ചു കാണിച്ചു. അവൾ ബാക്കിയുള്ളവരോട് ചോദിച്ചു. അതിൽ കുട്ടുവിന് പണി കിട്ടിയിരുന്നു, അതും പാവയ്ക്ക തിന്നാൻ. പാവം ചെക്കൻ. അല്ല, ഞങ്ങൾക്ക് പണി തന്നിട്ട് മോള് വെറുതെ പോകല്ലേ. നിനക്കുള്ള ചോദ്യം കാശി തരും. കളി കഴിഞ്ഞതും ഹരി പറഞ്ഞു. ചോദിച്ചോ, ഞാൻ പറയും ഉത്തരം. എന്തായാലും നീ ചോദിച്ച പോലെ വട്ട് ചോദ്യമല്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറയണം. കാശി അവളെ നോക്കി പ്രത്യേക താളത്തിൽ ചോദിച്ചതും നാണം കെടാതിരിക്കാൻ പെണ്ണ് ഉത്തരം പറയുമെന്ന് പറഞ്ഞ് വീമ്പിളക്കി. കാശിയുടെ ചോദ്യം കേട്ട് പെണ്ണ് കണ്ണും തള്ളിയിരുന്നു. എന്തോന്ന്? കാശി വീണ്ടും പറഞ്ഞു. ഇതേതു ഭാഷ? അല്ല കാശിയേട്ടാ, നിങ്ങളിതെന്തോന്ന് ചോദിച്ചേ അവളോട്? അവൻ്റെ ചോദ്യം കേട്ട ഹരി കാശിയോട് ചോദിച്ചു. അതൊന്നും ഞാൻ പറയില്ല. ചോദ്യം കേട്ടല്ലോ, ഉത്തരം പറഞ്ഞില്ലെങ്കിലേ പണിഷ്മെൻ്റ് ഉണ്ട്. എനിക്കറിയില്ല ഈ ഭാഷ, അതുകൊണ്ട് ഉത്തരം അറിയില്ല. അച്ചു പറഞ്ഞതും ഹരി സന്തോഷത്തോടെ എഴുന്നേറ്റു. പണി കൊടുക്കാനുള്ള സന്തോഷം. അച്ചൂട്ടിക്കുള്ള പണിഷ്മെൻ്റ് ഞാൻ പറയാം. കാശിയെ നോക്കി കള്ളച്ചിരിയോടെ നന്ദൻ അച്ചുവിനോട് പറഞ്ഞു. അല്ലേലും എൻ്റെ ആങ്ങളെ പൊന്നാണ്. ചെറുത് മതിയെ പണിഷ്മെൻറ്റ്. വളരെ ചെറുതാണ്. ഇപ്പോൾ ഇവിടെ വെച്ച് അവനൊരു ലിപ് ലോക്ക് കൊടുക്കണം. അവൻ ആഗ്രഹിച്ചു ചോദിച്ചത് നമ്മളായിട്ട് സാധിച്ചു കൊടുക്കണം. നന്ദൻ പറഞ്ഞതും കാശി ഞെട്ടി അവനെ നോക്കി. ബാക്കി ആർക്കും അവൻ പറഞ്ഞത് മൊത്തത്തിൽ മനസ്സിലായില്ല. ലിപ് ലോക്ക് കൊടുക്കണമെന്ന് പറഞ്ഞത് കേട്ടതും അച്ചുവിൻ്റെ ബോധം പോകാറായിട്ടുണ്ട്. ഏയ്, അതൊന്നും പറ്റില്ല, വേറെ ചോദിക്ക്, അച്ചു വേഗം പറഞ്ഞു. കളിയിൽ തോറ്റാലേ പണിഷ്മെൻ്റ് എല്ലാവർക്കും ബാധകമാണ്. അങ്ങ് കൊടുക്ക അച്ചൂട്ടി, ഒന്നുമില്ലെങ്കിലും നിന്റെ കെട്ടിയവനല്ലേ. ഹരി കളിയോടെ പറഞ്ഞു. പെണ്ണാകെ പെട്ട അവസ്ഥയിൽ എല്ലാവരെയും നോക്കി. അതെ, മതി മതി, ഈ പണിഷ്മെൻ്റ് ഒന്നും വേണ്ട. അവൾക്കുള്ള പണിഷ്മെൻ്റ് അവൾ എടുക്കട്ടെ. ബൗൾ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് കാശി പറഞ്ഞതും പെണ്ണ് വേഗം തന്നെ അതിൽ നിന്നും പേപ്പർ എടുത്തു. നന്ദൻ കാശിയെ നോക്കി കള്ളച്ചിരി ചിരിച്ചു. അവൻ തിരിച്ച് കണ്ണ് കൂർപ്പിച്ച് നോക്കി. പേപ്പർ എടുത്ത് വായിച്ചതും അവൾ പെട്ടു എന്ന അവസ്ഥയിൽ മുന്നിലിരിക്കുന്ന സാധനത്തിലേക്ക് നോക്കി.